നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാന മന്ത്രിസഭയിൽ ആരൊക്കെയെന്ന ആകാംക്ഷയിൽ രാഷ്ട്രീയ കേരളം. ഇന്ന് ചേർന്ന UDF യോഗത്തിൽ തീരുമാനമായില്ല. മന്ത്രിമാരുടെ കാര്യത്തിലും എണ്ണത്തിലും നാളെ പ്രഖ്യാപനം. നാളെ വീണ്ടും UDF യോഗം. എല്ലാ മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് ക്ഷണം. കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാരും പങ്കെടുക്കും. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് സൂചന. VD സതീശൻ വീട്ടിലെത്തി രമേശ് ചെന്നിത്തലയെ കണ്ടു. ചെന്നിത്തല തന്റെ നേതാവെന്ന് സതീശൻ. മന്ത്രിസഭയിൽ ആരൊക്കെ വേണമെന്ന കാര്യം തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയെന്നും ഉപാധികളില്ലെന്നും ചെന്നിത്തല. തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് ചെന്നിത്തലയെ കണ്ട ശേഷം ദീപാദാസ് മുൻഷി. KC വേണുഗോപാൽ തിരുവനന്തപുരത്ത്. UDF സർക്കാരിന്റെ ശൈലി മാറ്റം പ്രഖ്യാപിച്ച് VD സതീശൻ. ആർഭാടങ്ങൾ പരമാവധി ഒഴിവാക്കും. യാത്രയിൽ പൈലറ്റും എസ്കോർട്ടും മാത്രം മതിയെന്ന് പോലീസിന് നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോകുന്ന വേളയിൽ അനാവശ്യ ഗതാഗത നിയന്ത്രണം പാടില്ലെന്നും പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്നും നിയുക്ത മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയത് 4,14,290 വിദ്യാർത്ഥികൾ. വിജയശതമാനത്തിൽ പെൺകുട്ടികൾ മുന്നിൽ. നീറ്റ് UG പരീക്ഷയിൽ നിർണായക പരിഷ്കാരം. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ പൂർണ്ണമായും ഒഴിവാക്കാൻ പുതിയ സംവിധാനത്തിലൂടെ സാധിക്കുമെന്ന് മന്ത്രി. നീറ്റ് പുനഃപരീക്ഷ ജൂൺ 21-ന്. കോഴിക്കോട് യുവതി KSRTC ബസിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തതായി പരാതി. തകർത്തത് KSRTC സൂപ്പർഫാസ്റ്റ് പ്രീമിയം ബസിന്റെ സൈഡ് ഗ്ലാസ്. ആവശ്യപ്പെട്ട സ്റ്റോപ്പിൽ ബസ് നിർത്തിയില്ലെന്നും തെറ്റായാണ് വാഹനം ഓടിച്ചതെന്നും യുവതി. രാജ്യത്ത് ഇന്ധനവിലയിൽ വർധനവ്. പെട്രോളിനും ഡീസലിനും 3 രൂപ വീതം കൂട്ടി. പെട്രോൾ വില 94 രൂപ 77 പൈസയിൽ നിന്നും 97 രൂപ 77 പൈസയായി. ഡീസൽ വില 87 രൂപ 67 പൈസയിൽ നിന്നും 90 രൂപ 67 പൈസയായി. സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. ഗ്രാമിന് 205 രൂപ കുറഞ്ഞ് 14,675 രൂപയിലെത്തി. പവൻ വില 1,640 രൂപ കുറഞ്ഞ് 1,17,400 രൂപയിലെത്തി. സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതോടെയാണ് വില കുത്തനെ ഉയർന്നത്. 3 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയിൽ നിന്ന് മടങ്ങി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. ബീജിംഗിൽ നടന്ന ഷീ ജിൻപിങ് ചർച്ചയിൽ വ്യാപാരം, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം ശക്തമാക്കുമെന്ന് ഷീ ജിൻപിങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനം തുടരുന്നു. അബുദാബിയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഉജ്ജ്വല സ്വീകരണം. UAE അധികൃതർ ഗാർഡ് ഓഫ് ഓണർ നൽകി മോദിയെ സ്വീകരിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷവും ഊർജ്ജ പ്രതിസന്ധിയും ഘട്ടത്തിലാണ് നിർണായക സന്ദർശനം. IPL ഇന്ന് ലക്നൌ ചെന്നൈയെ നേരിടും. രാത്രി 7:30 ലക്നൌ ഏക്നാഥ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ ചെന്നൈക്ക് ജയം അനിവാര്യം. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.